നമസ്കാരം. റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയിലെ ടെൻഷൻ ഒഴിവായിരിക്കുകയാണ്. മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലബ്ബുമായി തുടക്കി നിന്നിരുന്ന അവരുടെ ക്യാപ്റ്റൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ തിരിച്ച് ക്യാപ്റ്റനുമാക്കിയിരിക്കുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നു. എല്ലാം കോംപ്രമൈസ് ആക്കിയിരിക്കുന്നു. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. ഏതായാലും മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിവിധ ഭാഷകളിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. അത് ഫിസിക്കലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പ്രയോറിറ്റി എല്ലായ്പ്പോഴും കളിക്കളത്തിലേക്ക് തിരികെ വന്ന് ടീമിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ തീരുമാനം, സർജറിക്ക് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തത് മെഡിക്കൽ പ്രൊഫഷണൽസിനോട് ചോദിച്ചിട്ടാണ്. അത് ക്ലബ്ബ് അപ്രൂവ് ചെയ്തിട്ടുമാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കരിയർ ലോങ് ടേമിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് അൺഫൗണ്ടഡ് സ്പെക്കുലേഷൻസ് ഉണ്ടായി. ഞാൻ അതെല്ലാം ക്ലാരിഫൈ ചെയ്യുകയാണ്. ആ റിന്യൂവൽ നോക്കുക, സൈനിങ്സും റിന്യൂവൽസും എല്ലാം കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ സർജറിക്ക് മുമ്പാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാനിവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്. സോ എൻ്റെ ഇഞ്ചുറി ഉപയോഗിച്ച് വേണം മറ്റുള്ളവരെ രജിസ്റ്റർ ചെയ്യാൻ എന്നുള്ളത് അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അത് അൺഫെയർ ആണ്. ഞാൻ എല്ലായ്പ്പോഴും വളരെ പ്രൊഫഷണലിസത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ബാഴ്സയെ അഗാധമായി സ്നേഹിക്കുന്നു. ഈ സിറ്റിയെയും ഇവിടുത്തെ ആരാധകരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ക്ലബിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് ആബ്സല്യൂട്ടായിട്ടുള്ള ഒന്നാണ്. ഞാൻ ക്ലബ്ബുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ റെഡിയാണ്. ക്ലബിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ റെഡിയാണ്. ഈ ഒരു സിറ്റുവേഷൻ കൺസ്ട്രക്റ്റീവ്ലി റിസോൾവ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഒരുപാട് കാര്യങ്ങൾ മാറും, ഒരുപാട് കാര്യങ്ങളും മാറി. പക്ഷേ ഒരു കാര്യം ഒരിക്കലും മാറില്ല. ഐ ലവ് യു കൂളേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. വളരെ വികാരഭരിതമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഒടുവിൽ അദ്ദേഹം ക്ലബിനോട് സഹകരിക്കുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ സൈൻ ചെയ്ത് ഓതറൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അത് ലാ ലീഗയ്ക്ക് അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം 5 മാസക്കാലത്തോളം പുറത്തിരിക്കുമ്പോൾ പകരം അദ്ദേഹത്തിൻ്റെ സാലറി ഉപയോഗിച്ച് മറ്റു താരങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും ബാഴ്സലോണയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ ഇതിലൂടെ സാധ്യമായിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് തിരികെ വാങ്ങിയ ക്യാപ്റ്റൻസി തിരിച്ചങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കോംപ്രമൈസ് ആക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.